ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലെ തന്നെയാണ് ലേഡീസെല്ലാം വന്നിട്ടുണ്ട്, ഉണ്ട്. അതിനോട്ട് എങ്ങോട്ടാ നമ്മൾ പറക്കാൻ പോവുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മള് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് രാവിലെ 9:30 ഫ്ലൈറ്റ്. ഇപ്പം രാവിലെ തന്നെയാണ് 7:30 മണിയാണ് അത്ര. ഇപ്പൊ നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് കുറച്ച് നാൾ മുന്നേ അനുട്ടി അന്ന് പോകാൻ പറ്റിയില്ല. എന്തായിരുന്നു? അതെ, അതെന്ന് പറഞ്ഞാല് അച്ഛന്റെ പേരിൽ പ്രകാശൻ എന്നുള്ളത് നമ്മള് ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാവർക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു. 5 ആളെയും കൂടി വിളിച്ചിട്ടാണ് അവര് കള്ളാസിലാക്കി തന്നെ അഫീക്ക സ്മാർട്ട് ട്രാവൽസിന്റെ. അപ്പോൾ അങ്ങനെ ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെന്നെ പരിപാടിയിലാക്കിയതേനും. അങ്ങനെ സ്പോൺസർ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങ് പോകാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് ഇവർക്ക് പാസ്പോർട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം അമേന്റിലാക്കി ഇവർക്ക് കിട്ടിയില്ല. ഇപ്പം കിട്ടിയില്ല എല്ലാം ആയിട്ടുണ്ടായത്. പക്ഷെ അതെന്ന് വെച്ചാൽ ഇവളെ അച്ഛന്റെ പേര് പ്രകാശൻ എന്നാണ് ഉണ്ടായത്. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ പ്രകാശൻ എന്നായിട്ട്. അന്ന് മാറ്റാൻ വേണ്ടി കൊടുത്തവർ അച്ഛൻ പറഞ്ഞു ഇപ്പൊ തൽക്കാലം അടുക്കട്ട് പോകണ്ടാന്നിട്ട് ആ സമയത്ത് നിന്ന് പോയത്. നമ്മൾ വീഡിയോയിൽ പിന്നെ പറഞ്ഞേനും. പിന്നെ അന്നേരം നമ്മൾ യാത്രയിൽ അനുട്ടി സങ്കടമായിട്ടുള്ള സമയത്ത് കുറെ പേര് ചോദിച്ചു എന്തായിരുന്നു നമ്മൾ സ്കൂളിൽ പോലെ അന്നേരം പറഞ്ഞത്. വന്നിട്ട് പറഞ്ഞതിന് ചേച്ചി ഇങ്ങനെ അച്ഛനന്നേരം വിട്ടിട്ടില്ല. സംഭവം എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ലേനും. അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടൊന്നും വേണ്ട, ആധാർ കാർഡ് മാത്രം മതി. അതെ, തിരുവനന്തപുരത്തേക്ക്. അപ്പൊ തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് ഒരു ക്ഷണം കിട്ടി. അപ്പൊ എന്തായാലും അനൂട്ടിക്കും കൂട്ടി ഒരു യാത്ര എന്ന നിലയിൽ അപ്പോൾ തന്നെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ അനൂട്ടിനെയും കൂട്ടിയിട്ട് ദുബായിക്കേക്ക്. അപ്പൊ നമുക്കൊരു അന്ന് കരയിൽ ഇന്നെന്നാ പറയാനുള്ളത്? ഇന്നും ഇപ്പൊ കരയും പോന്നുണ്ട്. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറക്കല്ലേന്ന് അത് ആദ്യമായിട്ട് അങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഇതെല്ലാം ഉണ്ടാവും. സാധാരണ 5 മണിക്ക് പഠിക്കാണെങ്കിൽ 5:30 പഠിക്കാൻ പോലും എണീക്കില്ല, അലാറം വെച്ചിട്ട് കേൾക്കില്ല. പക്ഷെ ഇന്നെന്തോ 5:11 നമുക്ക് ഈ മാസം ഒരു ദുബായിലേക്കുള്ള ഒരു ട്രിപ്പ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. പോകാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചിരുന്നു. പക്ഷേങ്കിൽ ഇപ്പൊ നമുക്ക് പിന്നെ ആവില്ല. അതുകൊണ്ട് അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ പോകുന്നില്ല. ഇനിയിപ്പോ മാർച്ചിൽ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ദുബായിക്ക് എല്ലാവർക്കും കൂടി പോവാം. അന്നേരം പോകാൻ എല്ലാവരും പ്ലാൻ ആക്കിയിട്ടുണ്ട്. അതെ, ഞാനും കൂടി മോളപ്പുറം പോകാന്ന് വിചാരിച്ചു. അപ്പൊ മോളെ ഒറ്റക്കല്ലേ, രണ്ടാളും പോകുമ്പോ ഒരു സമാധാനമില്ല. അതുകൊണ്ട് ഞാനിപ്പോ പോകുന്നില്ല. അതെ, പോവാത്തവരെല്ലാം കൂട്ടി പോകുന്നില്ല. പിന്നെ പോയിട്ട് വാ, ആദ്യത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു പറയണം വന്നിട്ട്. പിന്നെ പോയിട്ട് കേട്ടാ, മാമനപ്പുറം തന്നെ നിക്കണോ? ഇനി അങ്ങും ഇങ്ങനെ നോക്കി കേട്ടാ. അല്ല, വിമാനം കണ്ടിട്ട് വിമാനം തന്നെ നോക്കളിയോള് അതായിട്ട് പോകുന്നില്ലേ? മതിയെങ്കിൽ പോയിക്കോട്ടെ. നല്ല ഉറക്കാട്ടാ, തച്ച് വിളിച്ചാലും എണീക്കൂല. ഒരു മമ്മൂർത്തിട്ട് പൊമ്പയർക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം 7:30 നമുക്ക് ഇവിടുന്ന് 1.5 മണിക്കൂർ അടുത്തേക്കും 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളില്ല. 1.5 മണിക്കൂർ വേണം. എന്നാ പിന്നെ നമ്മൾ ഇറങ്ങട്ടോ, പോയിട്ട് വരാം. ദുബായിൽ വെച്ച് കാണാം. ദുബായിൽ വെച്ച് കാണാം. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മള് വിശേഷങ്ങൾ പറയാം നമ്മള്. അപ്പൊ എന്തിനാണ് വിചോട്ടം മാമ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? വേഗം വരൂ. ഇപ്പൊ കാണാം, ഇപ്പൊ ഇറങ്ങിട്ട് അവ കാണാം. വാ വാ വാ. എന്നാ പിന്നെ അമ്മേ പോയിട്ട് വരുമ്പോ കൈ നിറയെ നമ്മളെ മുമ്പ് ചോദിക്കോ എന്ന് പറയാ. രണ്ടാളും പോയിട്ടോ. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് അപ്പൊ അങ്ങനെ നിതീഷേട്ടനും കൂടി വന്നിട്ടുണ്ട്. നിതീഷിന്റെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന നമ്മള് രണ്ടാളും ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന അടിക്ക്. എന്റെ ഭാഗ്യം. എന്തിന് എന്റെ ഞാൻ പോകാൻ ഫ്ലൈറ്റ് കയറണ്ട. നിങ്ങൾക്ക് രണ്ടൊക്കെ എത്രമാത്രം ഭാഗ്യം ഉണ്ടാവും മാമന്റെ പേര് പോകുമ്പോ. ഇറങ്ങാല്ലേ എനിക്കിപ്പം ബസ്സിന്റെ മയിലേക്ക്. അപ്പൊ നിതീഷ് ആദ്യമായിട്ട് പോകുന്നതാണ്, അനുട്ടി ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ അടുത്താണ് ആദ്യമായിട്ട് പോയത്. അപ്പൊ എന്തായാലും ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ പൊന്തുമ്പോ ഇറങ്ങുമ്പോ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു ഇത് ഒന്നും അറിയില്ല. നിതീഷേട്ടാ പഞ്ഞെടുത്തിനാ മൂക്കിലൊക്കെ ഞാൻ പറഞ്ഞു ഇവരോട് പഞ്ഞിലെടുക്കണം നമുക്ക് ചവിട്ടിൽ വെക്കാൻ വേണ്ടി. എന്തോ ഒരു പോലെ ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയൊരു ഇതാണ്. പക്ഷെ വലിയ ഫ്ലൈറ്റ് ആകുമ്പോല്ലേ അങ്ങനത്തെ ഇതില്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്ത് ഫ്ലൈറ്റ്
പൊന്തിയിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ 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 മേഘത്തിന് ഇതായിട്ട് നേരം മറ്റേ കുലുങ്ങിനു. ശരിക്കും നേരം ചെറിയതാകും. വലുത് പോകുമ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ. ചെറുത് പോകുമ്പോൾ ചെറിയൊരു കുലുക്കം അധികം ഉണ്ടോ നമുക്ക് അറിയില്ല. ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് പോയി എക്സ്പോർട്ട് ആയവരുണ്ട്. പിന്നെ നമ്മൾ മേടിക്കേണ്ടത് ചേട്ടാ. ഞാൻ അങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളത് വേറെ തന്നെയല്ലേ. ഞാൻ അധികം പറയുന്നില്ല കേട്ടോ. നിങ്ങൾ നേരെ പോയിട്ട് അനുഭവിച്ചാൽ ആ ഫീലിംഗ്. അപ്പൊ നമുക്ക് പോവാം. എത്താനായി കേട്ടോ. നമ്മൾ മട്ടന്നൂർ എയർപോർട്ടിൽ എത്താനായി. നമ്മളെങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മള് എയർപോർട്ടിന്റെ താഴെ വണ്ടി വെച്ചു. നമ്മളങ്ങോട്ട് പോകുമെന്ന്. അപ്പോൾ നിതീഷിനെ ആദ്യം വിമാനത്തിൽ കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് അവനെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ സാധനവും അവന്റെ കൈശം കൊടുത്തിട്ടുണ്ട്. അവനെ കൊണ്ടുപോയി നടപ്പിക്കുന്നല്ലോ. പഠിപ്പിക്കാൻ കോച്ച് അനുവും കൂടി ഉണ്ട്. ആനൂട്ടി വരുന്നത് നിതീഷിനെ അറിയില്ലായിരുന്നു. നിതീഷോട് ഞാൻ പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ആയിപ്പോയി. നമ്മൾ തായല് വണ്ടി വെച്ചിട്ട് എത്തിയോണ്ട് തായല എത്തിയത്. നമുക്കിനി മുകളിലേക്ക് പോകണം. ആദ്യത്തെ കരയടച്ചോ. അതിന് ഇതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഇത് നമ്മളെ വിമാനത്താവളം തുറക്കുന്ന എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരെ നിതീഷ് വന്നിട്ടുണ്ടോ? അപ്പം നമുക്കിനി ടിക്കറ്റ് സെറ്റ് ആക്കണം. എവിടെയാ? ആ നാട്ടില് ചാലോടാ. ഓ ആ നമ്മൾ നല്ല തിരുവനന്തപുരത്ത് വിറ്റായിട്ട് നമ്മളെ ഓക്കെ ശരി. അവർ കണ്ടപാടന്നെ വന്ന് വണ്ടി സെഫിലെടുത്തു. അപ്പോൾ നമ്മൾ നാട്ടുകാരനെയാണ്. അപ്പോൾ നമുക്കിത് നേരെ അവിടെ പോയി ടിക്കറ്റ് എടുക്കാം. ആ ബേഗെല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ ചെക്കപ്പും കാര്യങ്ങൾ ഇതിന് ശേഷമാണ് നമുക്ക് മേലോട്ട് പോകേണ്ടത്. നമ്മളെ സാധനങ്ങളിൽ ഇവിടെ നമ്മൾ അയച്ചു വെച്ചിനും എല്ലാം കൊടുക്കലാണ്. ബെൽറ്റ്, നമ്മൾ വാച്ച്, ചാർജർ, താക്കോല്, ഫോണ്, വാച്ച് എല്ലാ സാധനങ്ങളും അയപ്പിച്ചിട്ട് അവർ. അപ്പോൾ അങ്ങനെ അടുത്ത ചെക്കിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലെത്തി. പിന്നെ മുകളിലോട്ടേക്കും പോകാനുണ്ട്. ഇടി ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളിത് 12 അതാണ് കേട്ടോ. അത് ആ ഗേറ്റിൻ്റെ അടിക്കാൻ നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. അല്ല പോകാൻ വിചാരിക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടാ പറയുന്നത് പേടിച്ചിട്ട്. നിതീഷ എങ്ങനെയുണ്ട്? വളരെ മികച്ച ഒരു അനുഭവം തന്നെയാണ് ഇത്. എന്ത് മികച്ചത്? നമ്മൾ ആദ്യം പോകുമ്പോൾ ഇങ്ങനെ പൊങ്ങലായിട്ടുണ്ടായിന്. എയർ ഇന്ത്യൻ്റെ എക്സ്പ്രസ് ഇതല്ല കേട്ടോ. നമ്മളത് ഇന്ത്യക്കോ വരാനുണ്ട്. വണ്ടി ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പുള്ള ബസ് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ പോകേണ്ട വിമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ പോകേണ്ട വിമാനം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് നേരം പോകുന്നത്. സാറ് മാത്രമേ ഉള്ളൂ? ആ ഞാൻ വരും. ചെങ്ങായി ഹായ്. ശരി. I know you. I watch your video. I Oh. really like it. Oh, thank you. Ma'am, which place? Which place? I'm from Kolkata. Kolkata. Bangalore base. Oh, हम घूमने के लिए कोलकाता, दार्जिलिंग. Okay. How was the trip to Dubai? Super, nice. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി ഇരുന്നു. എങ്ങനെയുണ്ട്? ഹാപ്പി ജേണി. ഇനി പൊന്താണ് എത്ര പൊന്തുമ്പോൾ നമുക്ക് പറയാം. ദിശ എങ്ങനെയുണ്ട്? അത്ര വെച്ചോ. ദിശ ടൈറ്റിലിട്ടോ? പഞ്ഞി എടുത്തിട്ടില്ലേ മൂക്കിലൊക്കെ? അല്ല ചെവിട്ടിലൊക്കെ? ഞാൻ പാൻറ്റിന് ബെൽറ്റ് ഇടുന്നുണ്ടല്ലോ. ഇടുന്നുണ്ടോ? ആ ബെൽറ്റ് അയച്ചിട്ട് ഇത് ആ ബെൽറ്റ് അതിനുള്ളിട്ട് ഇട്. അതിൻ്റെ ഇതില്ലേ അതിലോട്ടാ ഇതിട്. ആ ബെൽറ്റ് അയച്ചു മാറ്റി കേട്ടാ. हम हिंदी और अंग्रेजी बोल सकते हैं। आपके सहयोग और विमान कर्मी दल के निर्देशों के पालन से हम इस यात्रा को सुरक्षित ഫ്ലൈറ്റ് പോകാൻ വേണ്ടിയിട്ട് ബാക്കോട്ട് എടുത്ത് തുടങ്ങി. हमारा नया लॉयल्टी ब्लू चिप आपके सफर को और भी അതിന് ആദ്യം ഇങ്ങനെ പൊന്തമുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ട്. ആ ഒരു ഫീല് അത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിമാനം പറക്കാൻ വേണ്ടി പോകുന്നത്. Secure the strap around your waist. Inflate by pulling the red tab or tabs, and to inflate it further, blow into the inflation tube or tubes. Inflate the life jacket just before leaving the main exit. പൊന്തമുള്ള ആ ഒരു ഫീല് നമുക്കിന്ന് കാണാം. The life jacket without crew authorization is
ഒരു പ്രത്യേക സംഭവം അല്ലേ? ചെവിയിൽ അടഞ്ഞു പോയി. ചെറുങ്ങനെ ചെവിയാടി നല്ല ഉണ്ടാവും. ആശ, ആഗ്രഹം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവരെ ഫാമിലിയെല്ലാം കൂടി നമ്മളെ ഫാമിലിക്ക് വേണ്ടി ഒരു സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഋതു പറഞ്ഞ ഇവർ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതുപോലെ വേറെ ഫ്ലൈറ്റ് പോകുമ്പോൾ അവർ ഇതുപോലെ കൊണ്ട് തന്നേലും ഇതിൽ മറ്റേ താമരമുട്ടില്ല ഇതെല്ലാം ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഋത്തിക്കിന് നാട്ടിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനോട്ട് ഇത് നാട്ടിലെത്തിക്കുമെന്ന് അറിയില്ല, എത്തിക്കുമെന്ന് നമുക്ക് എന്തായാലും കൊടുക്കാം. തിരുവനന്തപുരത്തൊക്കെ പോകുന്നത്. അപ്പോൾ കൊച്ചിയിൽ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. കണക്ഷൻ ഫ്ലൈറ്റാണ്. ഇനി കൊച്ചിയിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ വീഡിയോ ചെറിയ തലവേരിപ്പ് പോലെ ഉണ്ട്. കിളി പോയിട്ടാവില്ല ഈ സൈഡിൽ. അപ്പോൾ നമ്മൾ വലിയതുറയിലോട്ട് ഇങ്ങനെ പോക്കാണ്. ഫ്ലൈറ്റ് ഇറങ്ങി ഇനി ഇവിടുന്ന് കോവളത്ത് ഇങ്ങോട്ട് ഭാഗത്തൊന്നും പരിപാടി. തിരുവനന്തപുരത്തെത്തി. കോവളം ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള ഗസ്റ്റ് ഹൗസിലാണ് ഇവിടെ റൂം. ഇവിടെ വന്ന് ഫ്രഷായിട്ട് ഇനി പരിപാടിക്ക് പോകണം. പരിപാടി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക്. അപ്പോൾ എന്താ ഇത് മുട്ടിയില്ല ചേട്ടാ. ഇവിടെ തിരുവനന്തപുരത്തെ സദ്യയാണ്. കഴിക്കാം. അപ്പോൾ നമുക്ക് ക്ഷണം ലഭിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന യുവജന കമ്മീഷനും സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടുള്ള ബ്രിഡ്ജിംഗ് ഡോട്ട്സ് മീഡിയ സൊല്യൂഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റീവ് കോൺക്ലേവ് എന്ന് പറഞ്ഞ പരിപാടിക്കാണ്. അപ്പോൾ പരിപാടിയിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായി. സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്, യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ, പിന്നെ നിരവധി പേര് പരിപാടി പങ്കെടുത്തിട്ടുണ്ടായി. പിന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള കുറേ പേരുണ്ടായി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നെല്ലാം ഉള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതുപോലെ പുതുതായിട്ട് തുടങ്ങിയവർ, അങ്ങനെ കുറേ പേര് പങ്കെടുത്ത പരിപാടിയാണ്. അതുപോലെ തന്നെ വയനാട്ടിലെ ടൂറിസം പുനരുജ്ജീവിപ്പിക്കുന്നതിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സുപ്രധാന പങ്ക് വഹിച്ചെന്ന് അവരുടെ പറയുകയുണ്ടായി. അതുപോലെ കുറേ പുതുതായിട്ട് വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പ്രചോദനം, കാര്യങ്ങൾ, അത് വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ, സെമിനാറുകൾ, മറ്റുള്ള അനുഭവങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് അവരെല്ലാവരും കൂടി നമ്മളെല്ലാവരും അതിൻ്റെ കൂടെ ഭാഗമായി അതിന് പങ്കെടുത്ത് സംസാരിക്കലുണ്ടായി. കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായി. അത് ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് തോന്നുന്നു. ഇന്നും പുതുതായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സിന് യുവജന കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഇതുണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും വളർന്നു വരട്ടെ, നന്നായിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തിരികെ വന്നു. അവിടെ നാട്ടിലേക്ക്.